Hi, hello guys, welcome back to my YouTube channel Dog from Universe. Hope you guys all are going very good. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇന്നൊരു പുതിയ റീഡിംഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വീഡിയോയിൽ നമ്പർ കാണുന്നതാണ്, വാട്സപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്ന ഒരു അവസ്ഥ. അവർ ഓൾറെഡി എന്താ പറയുക, ഇന്നലത്തെ റീഡിങ്ങിലാണെങ്കിൽ പോലും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് മോശമാണ്. പക്ഷെ അത് ഡേ ബൈ ഡേ അവരുടെ സിറ്റുവേഷൻ മോശമാവുകയും നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവരെ വല്ലാതെ അലട്ടുകയും അത് അവരെ വേറൊരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നതുമായിട്ടാണ് ഞാനിപ്പോൾ കാണുന്നത്. കാരണം അവർക്ക് എല്ലാ സങ്കടവും അവരെ കൊണ്ട് ഒറ്റയ്ക്ക് താങ്ങാൻ പറ്റാത്ത ഒരുതരം വല്ലാത്ത മാനസികമായിട്ടുള്ള സിറ്റുവേഷനിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത്. ഓക്കെ, അതിന് ഏറ്റവും വലിയ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരായിട്ട് ഇപ്പോൾ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് അവരവരുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷെ അതിൽ നിന്ന് കുറച്ചും കൂടെ ഡിഫിക്കൽട്ടായിട്ട് അവരെ ഒന്നിലധികം ആൾക്കാർ മാനിപ്പുലേറ്റ് ചെയ്യുക, അവരെ ഒരുപാട് പിഴിഞ്ഞെടുത്തുകൊണ്ടിരിക്കണം. അവരുടെ എനർജി ആണെങ്കിൽ പോലും അവിടെ ഡ്രെയിൻ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഞാൻ കാണുന്നത്. ലൈക്ക് അവിടെ ബ്ലാക്ക് മാജിക്കിൻ്റെ ഇതുണ്ട്, ഒന്നും തിരിച്ചറിയാൻ പറ്റാത്ത, അത് ചുറ്റും നടക്കുന്ന ഒന്നും അറിയാൻ പറ്റാത്തൊരു വല്ലാത്തൊരു അവസ്ഥ. ആ ഒരു സിറ്റുവേഷനിലൂടെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ പൊക്കിക്കൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ അവർക്ക് എല്ലാ കാര്യവും ഒന്ന് തുറന്നു പറയാനാണെങ്കിലും അവർക്കൊരു സാമീപ്യം അവർ വല്ലാതെ ആഗ്രഹിക്കുന്ന ഒരു അവസ്ഥയായിട്ട് ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇതിൽ പറയുന്നുണ്ട് അവർക്കൊരു നഷ്ടബോധം, അല്ലെങ്കിൽ ഞാനിങ്ങനെ ചെയ്യണ്ടേയിരുന്നു, ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞത് എൻ്റെ ജീവിതം തന്നെ അല്ലേ എന്നുള്ളൊരു കുറ്റബോധം അവർ വല്ലാതെ അലട്ടുന്നുണ്ട്. പക്ഷെ അതിന് വേണ്ടിയിട്ട് അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരാനോ സംസാരിക്കാനോ ഒന്നും പറ്റുന്നില്ല. കാരണം അറിയത്തില്ല അവർക്ക് എങ്ങനെ അവരുടെ ഒരു ഇഷ്ടം നിലവിൽ ഇപ്പം മനസ്സിലുള്ള നിങ്ങൾക്കുള്ള ഒരു സ്നേഹം എക്സ്പ്രസ് ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെ എക്സ്പ്രസ് ചെയ്താലും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളൊരു അതിയായ പേടി അവരുടെ ജീവിതത്തിൽ അവരെ ഭയങ്കരമായിട്ട് പിന്തുടരുന്നുണ്ട്. അത് അവരെ ഡേ ബൈ ഡേ അവരെ വല്ലാതെ അലട്ടുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ആ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് അവരെ തന്നെ വല്ലാതെ ഈ പറഞ്ഞതുപോലെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ ഞാൻ കാണുന്നുണ്ട്. ഞാൻ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ, ഞാൻ നിന്ന ഒരു അഫെയർ അല്ലെങ്കിൽ ഞാൻ ഏത് സിറ്റുവേഷനിലാണോ നിന്നത് അവിടെ ഞാൻ ജെനുവിൻ ആയിരുന്നല്ലോ, വളരെയധികം ജെനുവിനായിട്ട് നിന്ന ആ ഒരു എനിക്ക് എന്താണ് എൻ്റെ ജീവിതത്തിൽ പറ്റിയത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് എൻ്റെ ലൈഫിൽ ഇങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ വരുന്നു, എന്തുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു തേർഡ് പാർട്ടിയുടെ മാനിപ്പുലേഷനിൽ വീഴുന്നു പോയി, എന്തുകൊണ്ട് എനിക്ക് തിരിച്ചു പോകാൻ പറ്റുന്നില്ല, ഇത്രത്തോളം അധികം സ്നേഹിച്ച് ആ ഒരു പേഴ്സൻ്റെ വെർത്ത് ഞാൻ എന്തുകൊണ്ടും മനസ്സിലാക്കിയില്ല എന്നുള്ള കുറ്റബോധം അവരെ ഭയങ്കരമായിട്ട് അലട്ടുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഒന്ന് പാഞ്ഞ് നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നുള്ള ഒരു അവസ്ഥ അവർക്കുണ്ട്. പക്ഷെ വരാൻ പറ്റാതെ ഈ എസ്പെഷ്യലി രാത്രി ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്ന് പറയുന്നത് അവരെ ഭയങ്കരമായിട്ട് ഉറക്കവും പോയിട്ട് ചില സമയത്ത് എന്താ പറയുക, ഈ സ്വപ്നത്തിൽ നിന്നൊക്കെ നെട്ടി എഴുന്നേക്കുന്ന ഒരു വല്ലാത്തൊരു അവസ്ഥയിലാണ് നിങ്ങളുടെ ഒരു പേഴ്സൺ ഇപ്പോൾ അവിടെ നിൽക്കുന്നത്. ഓക്കെ, അങ്ങനെ ഞാനിവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുന്നത് അവർ ഇപ്പോൾ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ വളരെയധികം, ഞാൻ പറഞ്ഞില്ലേ, വളരെയധികം അവർക്ക് പെട്ടെന്ന് പാഞ്ഞ് വരണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും അവരെല്ലാം ഡിവൈനിൽ സറണ്ടർ ചെയ്തിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഞാൻ കാണുന്നത്. ഓക്കെ, ഞാൻ എൻ്റെ സൈഡിൽ മിസ്റ്റേക്ക് ഉണ്ട്, ഞാൻ അനുഭവിക്കേണ്ടതൊക്കെ ഇപ്പം അനുഭവിച്ചിട്ടുണ്ട്, ദൈവമായിട്ട് എനിക്കൊരു വഴി കാണിച്ചു തരുന്നെങ്കിൽ തരട്ടെ, ഞാൻ അതിനു വേണ്ടി വെയിറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ, ഞാൻ അതിനു വേണ്ടി ഇനി കാത്തിരിക്കണം, പക്ഷെ എത്രത്തോളം കാത്തിരിക്കേണ്ടി വരും എന്നറിയത്തില്ല, അതിനുവേണ്ടി ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റി വെക്കേണ്ടി എന്നൊന്നും അറിയാത്ത അവർ അങ്ങനെ ഒരു വല്ലാത്തൊരു പിരിമുറുക്കം അവരെ വല്ലാതെ അലട്ടുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഞാൻ കാണുന്നത് നിങ്ങളെപ്പറ്റിയുള്ള ഓർമ്മകളാണ്. അത് നിങ്ങളുടെ കൂടെ നേരത്തെ ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്ന നല്ല നിമിഷങ്ങൾ, ആ ഒരു നിമിഷങ്ങൾ അവർക്ക് തിരിച്ചു കിട്ടുന്നില്ല, അല്ലെങ്കിൽ എന്തുമാത്രം ഹാപ്പിനെസ് നിങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ നിങ്ങളെന്ന് പറയുന്ന ഒരു പേഴ്സൺ ഫിനാൻഷ്യലി ഒന്നും ഇല്ലാത്തത് ഒരു അത്യാവശ്യം ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്ന ആൾക്കാരായിരിക്കാം. ഓക്കെ, പക്ഷേ ആ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു പേഴ്സൺ എന്തുമാത്രം ട്രീറ്റ് ചെയ്തു, കെയർ ചെയ്തു, അതൊക്കെ അവരിപ്പോൾ ആലോചിക്കുന്നുണ്ട്. അത് അവരുടെ മനസ്സിൽ വല്ലാത്തൊരു വേദന നിലവിൽ കൊണ്ടുവരുന്ന ഒരു സിറ്റുവേഷനായിട്ട് ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരിപ്പോൾ നിൽക്കുന്ന എന്ത് കാര്യത്തിനായാലും, ജോബ് ആയിക്കോട്ടെ എന്ത് തന്നെ ആയിക്കോട്ടെ, അവർക്ക് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലായിട്ടാണ് ഞാൻ കാണുന്നത്. ഓക്കെ, അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല ഓൾറെഡി, അവർ എല്ലാം സറണ്ടർ ചെയ്ത് അവരിൽ തന്നെ ഒന്ന് എന്താ പറയാനായിട്ട് സ്ട്രെങ്ത് കൊണ്ടുവരാനായിട്ട് വളരെയധികം ശ്രമിക്കുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. കാരണം അവർക്കിനി വേറെ ഓപ്ഷൻ ഇല്ല.
എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് തിരിച്ച് നിങ്ങളെ അത്രത്തോളം വേദനിപ്പിച്ച് ചെയ്യാത്ത തെറ്റ് നിങ്ങളുടെ തലയിൽ അടിച്ചേൽപ്പിച്ച്, അതായത് നിങ്ങൾ പോലും വിചാരിച്ചില്ല ഈ ഒരു പേഴ്സൺ നിങ്ങളെ പറ്റി ഇങ്ങനെയൊക്കെ കുറ്റം പറയുമെന്ന് വിചാരിച്ചില്ല. സ്വന്തം ഫാമിലിയുടെ ഫ്രണ്ടിൽ പോലും നാണം കെട്ട് ഇത്രയൊക്കെ പ്രശ്നം നിങ്ങൾ അവിടെ നിന്ന് ഫേസ് ചെയ്ത് വന്നിട്ട് എങ്ങനെ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ ഒരാളുടെ തിരിച്ചെങ്ങനെ അവരുടെ ഫ്രണ്ടിൽ പോകും, അല്ലെങ്കിൽ എങ്ങനെ സംസാരിക്കും? ഇതിനും മാത്രം തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല. അവരുടെ അത് കർമ്മയൊക്കെ ഏറ്റുവാങ്ങിക്കാൻ തയ്യാറായിട്ട് തന്നെയാണ് അവർ നിൽക്കുന്നത്. കാരണം അത് അവർക്കറിയാം. അവർ അത്രത്തോളം റിയലൈസ് ചെയ്തു ലൈഫ്. അത്യാവശ്യം കുറച്ചും കൂടെ ഒരു പടി മുന്നോട്ടാണെങ്കിൽ പോലും കുറച്ച് മെച്ചുവേർഡായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയ ഒരാൾക്കാരെ ഞാൻ ഇതിൽ കാണുന്നുണ്ട്. കാരണം അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് പെട്ടെന്ന് വരണം എന്നുള്ള അതിയായ ആഗ്രഹം ഉള്ളതായിട്ട് ഞാൻ കാണുന്നുണ്ട്. ഇത് ഞാൻ പറയുന്ന ഒരു സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും കൂടെ നിങ്ങൾ അറിയണം. തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷനിൽ അവിടെ കർമ്മപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവിച്ച് നിൽക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. ഓക്കെ, അങ്ങനെയുള്ള ആൾക്കാർക്കുള്ള ഒരു റീഡിംഗ് ആണ്. അല്ലാണ്ട് ഇപ്പോഴും തേർഡ് പാർട്ടി ആയിട്ട് നിന്ന് ലൈക്ക് ആ റിലേഷൻഷിപ്പിൽ എന്താണ് പൊട്ടത്തരെന്ന് മനസ്സിലാക്കാതെ അവർ പറയുന്ന ഒരു ഇതുപോലെ ഡോളായിട്ടൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് അവരിപ്പോഴും അവരുടെ കർമ്മ റിയലൈസ് ചെയ്യുകയോ അവരുടെ ലൈഫിൽ എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാവാത്ത ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ളതല്ല. വൺസ് ആ ഒരു സ്റ്റേജിലേക്ക് പോയി അവിടെയുള്ള പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ച് അവർ വിചാരിച്ചതുപോലെയൊന്നുമല്ല ലൈഫ് എന്ന് മനസ്സിലാക്കി തൻ്റെ ഓരോ കർമ്മകൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ നെക്സ്റ്റ് സ്റ്റേജും അവർ വന്നുകൊണ്ടിരിക്കുന്ന ഒരു റിയാലിറ്റി നെക്സ്റ്റ് അവരുടെ ലൈഫിലേക്ക് വരുന്ന കാര്യങ്ങളുമാണ് ഇവിടെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതായത് അവർ ചിന്തിക്കുന്ന കാര്യങ്ങൾ ഡേ ബൈ ഡേ ആണെങ്കിൽ പോലും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നിലവിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെയെങ്കിലും ഒന്ന് സ്ട്രെങ്ത് അക്യൂർ ചെയ്യണം, അവർക്ക് ജീവിതത്തിൽ നിങ്ങളിലേക്ക് തിരിച്ച് വരണം, എങ്ങനെയെങ്കിലും തിരിച്ച് വന്നേ പറ്റത്തുള്ളൂ എന്നുള്ളൊരു അതിയായ ആഗ്രഹം അവരവിടെ കാണുന്നുണ്ട്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ തയ്യാറാണെന്ന് ചോദിച്ചാൽ എന്തെങ്കിലും ചെയ്യാനൊരു വഴി ഉണ്ടെങ്കിൽ നിങ്ങളടുത്തേക്ക് തിരിച്ചു വരിക എന്നുള്ളൊരു ഓപ്ഷനാണുള്ളത്. പക്ഷേ നിങ്ങളടുത്തേക്ക് തിരിച്ചു വരിക എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ എന്താ, അവർക്ക് പറ്റത്തില്ല. അവർക്ക് വല്ലാത്തൊരു പേടിയുണ്ട് നിങ്ങളടുത്തേക്ക് തിരിച്ചു വരാനായിട്ട്. അങ്ങനെയുള്ളൊരവസ്ഥ ഞാനിവിടെ കാണുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളത്തേക്ക് വന്നു കഴിഞ്ഞാലും എന്ത് ചെയ്യണം, കാര്യങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ളൊരു ഫ്യൂച്ചർ ലൈഫ് പോലും അവരിപ്പോൾ അവിടെ വന്ന് വളരെയധികം നന്നായിട്ട് സ്വപ്നം കാണുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. കാരണം ഒരു മനുഷ്യന് അവരുടെ ജീവിതത്തിൽ നിങ്ങളുടെ അടുത്ത് നിന്നപ്പോൾ പോലും നിങ്ങളുടെ ഒരു വെറുത്ത് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. നിങ്ങളെ എങ്ങനെ ശരിക്കും ട്രീറ്റ് ചെയ്യണമെന്ന് പോലും അവർക്ക് മനസ്സിലായത് വേറൊരു ബന്ധത്തിൽ ചെന്നപ്പോഴും അവിടെ ഒരു പ്രശ്നം ഉണ്ടായപ്പോഴുമാണ്. എൻ്റെ ഒരു വ്യക്തിയെ, എൻ്റെ ശരിക്കുമുള്ള എൻ്റെ ഒരു സ്നേഹത്തിനെ ഞാൻ എങ്ങനെയായിരുന്നു കൊണ്ട് നടക്കേണ്ടിയിരുന്നത് എന്ന് അവർ റിയലൈസ് ചെയ്തത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബന്ധം, അല്ലെങ്കിൽ ഇവർക്ക് കർമ്മപരമായിട്ട് തീർച്ചയായിട്ടും അവരുടെ ലൈഫിൽ ഒരു തേർഡ് പാർട്ടി വേണം എന്നുണ്ടായിരുന്നത് ഒരു ഡെസ്റ്റിനി ആയിരുന്നു. ഓക്കെ, അതൊരു ഡെസ്റ്റിനി പ്രകാരം അവർ റിലേഷൻഷിപ്പിലേക്ക് പോയതാണ്. കാരണം അങ്ങനെ പോയാൽ മാത്രമാണ് നിങ്ങളെന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വില ഇവർക്ക് യൂണിവേഴ്സലായിട്ട് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെ മാത്രമേ ഇവർക്ക് മനസ്സിലാവത്തുള്ളൂ. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴും പറയുന്നത് ഈ ഒരു പേഴ്സൺസ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്മച്യൂർഡ് ആയിട്ടുള്ള പേഴ്സൺസ് ആണ്. അവർക്ക് ഒരിക്കലും ഇമോഷണലി മെച്യൂരിറ്റി ഇല്ലാത്ത ആൾക്കാരാണ്. ഇപ്പോഴാണ് അവരവരുടെ ലൈഫിലെ ഓരോ കാര്യങ്ങളും മെച്യൂർഡായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരണം, നിങ്ങളുടെ ലൈഫിലേക്ക് എങ്ങനെയെങ്കിലും ദൈവമായിട്ടൊന്ന് കൊണ്ടെത്തിക്കണം, അവിടെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനുണ്ട്, ജീവിതത്തിൽ കാശ് ഉണ്ടാക്കണം, ഒരുമിച്ച് ഹാപ്പി ആയിട്ടുള്ള ഒരു ജീവിതം, നിങ്ങളെ ഭയങ്കര ഒരു നല്ല ഒരു അവർ ആഗ്രഹിക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് നിങ്ങളെ ട്രീറ്റ് ചെയ്യണം എന്ന് അവരുടെ മനസ്സിൽ അതിയായിട്ടുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ എന്താണോ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത്, നിലവിൽ ഇപ്പോൾ അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, കാരണം അവർ സറണ്ടർ ചെയ്യുകയാണ്. പക്ഷെ അവരുടെ ജീവിതത്തിൽ ഒരു ഹോപ്പ് കൊടുത്തിട്ടുണ്ട്. എല്ലാ കാര്യവും ശരിയാവും, എല്ലാ കാര്യം ശരിയായിട്ട് തന്നെ വരും എന്നുള്ളൊരു ഹോപ്പ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ പ്രശ്നങ്ങളും ഒരു ദിവസം മറികടന്ന് തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പറ്റുമെന്നുള്ള അതിയായ വിശ്വാസമുണ്ട്. അവരതിനായിട്ട് പ്രിപ്പയർ ചെയ്ത് നിൽക്കുന്നുമുണ്ട്. ഓക്കെ, പക്ഷെ നിലവിൽ അവർ നിൽക്കുന്ന സിറ്റുവേഷനിൽ നിന്ന് അവർക്ക് കുറേ കാര്യങ്ങൾ റിയലൈസ് ആയിട്ടുണ്ട്. ഓക്കെ, കുറേ കാര്യങ്ങൾ റിയലൈസ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ അവരായിട്ട് നിൽക്കുന്ന സിറ്റുവേഷനിൽ അവരങ്ങനെ ഒരു താളം പിടിച്ചു പോകുന്നു എന്ന് പറയാനും പറ്റില്ല. പക്ഷെ അവർ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിനെ കുറച്ചും കൂടെ കെയർ കൊടുക്കുക, ലൈക്ക് അവർക്ക് കെയർ കൊടുക്കുക, കാര്യങ്ങൾ ഭയങ്കര റഷായിട്ട് എടുക്കാതിരിക്കുക. ഓരോ കാര്യങ്ങളും ധൃതിപ്പെട്ട് എടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ബാഡായിട്ട് എഫക്റ്റ് ചെയ്യും എന്ന് ഈ ഒരു പേഴ്സണ് നന്നായിട്ട് അറിയാം. ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ കാര്യങ്ങളും കളികളും ഒക്കെ പഠിച്ച് തന്നെയാണ് അത്യാവശ്യം നിൽക്കുന്നത്. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളൊരു പേഴ്സൺ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ. അതായത് ഇതിൽ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ, അവർക്ക് കിട്ടിയ ഒരു ലെസൺ, അവർക്ക് നിങ്ങളുടെ അടുത്ത് വരണം എന്നുള്ള അതിയായ ആഗ്രഹം,
ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഫർദർ മോർ ഈ ഒരു പേഴ്സൺ വന്നാൽ എപ്പോഴും തിരിച്ചു വരുമായിരിക്കാം, അല്ലെങ്കിൽ നെക്സ്റ്റ് കുറച്ചൊരു ഇതെന്തായിരിക്കും വരുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, എന്താണ് ഏഞ്ചൽ മെസ്സേജ് നോക്കാം. എന്താണ് ഏഞ്ചൽസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം? എനിക്ക് തോന്നുന്നു ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എനിക്കും എന്താ വെച്ചാൽ കുറച്ച് ദിവസമായിട്ട് ഞാൻ വീഡിയോസ് ഇടണമെങ്കിൽ പോലും ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റാത്തതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് കിട്ടുന്ന റീഡിങ്സും എനർജിയും ഒക്കെ അങ്ങനെയാണ്. പക്ഷെ ഇന്ന് എന്തുകൊണ്ടോ കാണുന്ന ഒരുപാട് ആൾക്കാർക്ക് നല്ല രീതിയിൽ അത് റെസണേറ്റ് ആകും. കാരണം ഒരുപാട് ആൾക്കാരുടെ ഒരു റിലേഷൻഷിപ്പിൽ ആ ഒരു പേഴ്സൺ ഭയങ്കരമായിട്ട് റിയലൈസ് ചെയ്യുകയും നിങ്ങളുടെ ഒരു ജീവിതത്തെ, നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധത്തെ ഒന്ന് നല്ലതായിട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്ന കുറേ വ്യക്തികളെ കാണുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു റീഡിങ് ഓക്കെ ഇത് റെസണേറ്റ് ആകുന്ന ആൾക്കാർക്ക് ഒരു ആശ്വാസമാകും എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എനിക്ക് അതുപോലെ തന്നെ ഒരു എനർജിയിൽ എടുക്കാൻ പറ്റുന്നുണ്ട് റീഡിങ്. ഓക്കെ, അതുകൊണ്ടാണ് പറയുന്നത്. ക്ലിയർ? അപ്പോൾ എല്ലാവരും നല്ല പോസിറ്റീവായിട്ടിരിക്കുക ലൈഫിൽ. ഓക്കെ, വേറെ ഇഷ്യൂസൊന്നും ഉണ്ടാവില്ല. ഓക്കെ, എന്നാണ് ഫർദർ മോർ മെസ്സേജ്. ഓക്കെ, നിങ്ങളിപ്പോൾ നിലവിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കണ്ടല്ലോ, നിങ്ങളുടെ ഞാൻ പറഞ്ഞില്ലേ ആരോഗ്യം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് നിങ്ങൾ ആരോഗ്യപരമായിട്ട് ഒരുപാട് സിറ്റുവേഷൻ മോശമായിട്ട് ചിലവർക്ക് അസുഖം ഹോസ്പിറ്റൽ, ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ നമുക്ക് റിലേഷൻ ഉണ്ടായി ആ ഒരു പേഴ്സൺ തന്നെ നമ്മൾ ഒരുപാട് തളർത്തിയത് കൊണ്ട് തന്നെ നമ്മൾ മെന്റലി ഫിസിക്കലി ഒക്കെ ഒരുപാട് പ്രശ്നമായിട്ട് ഉണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരും കാണുമായിരിക്കാം. കാരണം നേരത്തെ അങ്ങനെ ചെറിയ പ്രശ്നമുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ആൾക്കാർ തന്നെ പിന്നെയും കുറച്ച് ഇഷ്യൂസൊക്കെ കാരണം പിന്നെ അവരുടെ ബോഡി അല്ലെങ്കിൽ ഫിസിക്കലി കുറച്ച് ഇഷ്യൂസൊക്കെ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ബോഡിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, നിങ്ങളുടെ ഹെൽത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. പിന്നെ വേറൊരു കാര്യം, ചിലവർ ഞാൻ ഏറ്റവും കൂടുതൽ ഇതിൽ കാണുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഏഞ്ചൽ നമ്പേഴ്സ് സൈന്, നിങ്ങൾക്ക് എന്തെങ്കിലും സംതിങ് സൈന് കാണിച്ചു തരും, നിങ്ങളത് കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വീഡിയോ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ നിങ്ങളുടെ പേഴ്സൺ അധികം താമസിക്കാതെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട്. ഓക്കെ, പിന്നെ വരുന്ന സമയത്തായാലും എപ്പോഴാണെങ്കിൽ പോലും നിങ്ങൾ എല്ലാ കാര്യവും റഷായിട്ട് എടുക്കാതിരിക്കുക. നിങ്ങൾ ഭയങ്കരമായിട്ട് നേരത്തെ നിങ്ങൾക്കൊരു ഇത് കിട്ടിയതാണല്ലോ, പണി കിട്ടിയതാണല്ലോ, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഭയങ്കരമായിട്ട് റഷായിട്ട് എടുക്കുക. അയ്യോ വന്നല്ലോ എന്നുള്ള രീതിയിൽ ചിലർ കാത്തിരിക്കുന്നുണ്ടായിരിക്കും വരാനായിട്ട് അല്ലേ. അപ്പോൾ വന്നല്ലോ എന്നുള്ള രീതിയിൽ ഹാപ്പി ആയിട്ട് അതൊന്നും എടുക്കാതിരിക്കുക. കാര്യങ്ങൾ സമാധാനപൂർവ്വം ഒരു ഈക്വലായിട്ട് തന്നെ എല്ലാ രീതിയിലും അണ്ടർസ്റ്റാൻഡ് ചെയ്ത് മുന്നോട്ട് പോകാൻ നോക്കുക. ഓക്കെ, നിങ്ങൾ ഫസ്റ്റ് ഇതിൽ ചെയ്യണം. ഇപ്പോഴത്തെ നിങ്ങളുടെ നിലവിലെ ഗൈഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഏഞ്ചൽ നമ്പർ കാണുകയാണെങ്കിൽ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളിൽ തന്നെ നിങ്ങൾ തന്നെ ഓക്കെ ആക്കി സെൽഫ് ജേർണി, ഒരു സെൽഫ് ലവ് കുറച്ച് നിങ്ങളിലൊന്ന് ശ്രദ്ധിക്കും. നിങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യൂ. നിങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് കിട്ടാനുള്ള ഒരുപാട് കാര്യങ്ങൾ കിട്ടുന്നതായിട്ടും അതൊരു കറക്റ്റ് ടൈമിൽ വരുന്നതായിട്ടുമാണ് കാണുന്നത്. ഓക്കെ, താങ്ക് യു.